ഒരു വലിയ ശക്തി നമ്മുടെ കയ്യിൽ വന്നു ചേർന്നാൽ അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നവന്മാർക്ക് അതിനുള്ള മനസ്സില്ല എന്ന് എനിക്കിപ്പോ വ്യക്തമായി ബോധ്യമായി. നാഗമാണിക്യം പോലൊരു വലിയ നിധി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അതിന്റെ വില അവർ മനസ്സിലാക്കുന്നില്ല. അതെ മുതലാളി, ഇനി എന്താ ചെയ്യാ? എല്ലാവരും ഇതിന്റെ ഷെയർ ചോദിക്കാൻ തുടങ്ങി. ഇതെന്താ വല്ല പച്ചക്കറി കച്ചവടോ മറ്റോ ആണോ? ചീഞ്ഞു പോകുന്നതിന് മുമ്പ് വിറ്റ് ലാഭം ഉണ്ടാക്കാനായിട്ട്. ഇതിനൊരു വില നിശ്ചയിക്കാൻ ഒരിക്കലും സാധിക്കില്ല. സ്ഥിരബുദ്ധി നഷ്ടപ്പെടാൻ തുടങ്ങിയ അതിന് പരിഹാരമേ ഇല്ല. കണ്ടിരുന്നു അവൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവനെ എന്തിനാ അപമാനിച്ചു വിട്ടത്? എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അവൻ എന്നോട് എന്ത് ചോദിച്ചു, അതിന് ഞാൻ എന്ത് ഉത്തരം കൊടുത്തു, ഇതൊന്നും പറഞ്ഞോണ്ട് നിൽക്കാനുള്ള സമയം എനിക്കില്ല. ഇപ്പൊ നോക്ക്, അവൻ പ്രശ്നം തുടങ്ങിയില്ലേ? അവൻ അവിടുന്ന് തിരിച്ചു വരുമ്പോ അവനെ ആരോ വഴിയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. അത് ചെയ്തത് നീയാണെന്ന് അവൻ പറയുന്നത്. അതാ ഞാനിപ്പോ വിളിച്ചത്. ഏയ്, ഞാനെന്താ ലോക്കൽ റൗഡിയാണെന്ന് വിചാരിച്ചോ നീ? സ്റ്റാറ്റസ് നോക്കി സംസാരിക്കുക. എനിക്കും അതിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിഗ്വിജയ്, ഞാനത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വിളിച്ച കോളല്ല ഇത്. നമ്മളെല്ലാവരും ഇരുന്ന് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കണം. ചുമ്മാ തമ്മി തല്ലിട്ട് എന്താ കാര്യം? ഇനി എന്താടാ സംസാരിക്കാനുള്ളത്? നാഗമാണിക്യം നമുക്ക് കാർ എടുത്തോണ്ട് പോയി. അയാളുടെ മുഖം എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്ത് അയാളെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. നമുക്കൊന്നുകൂടി അതേ സ്ഥലത്ത് പോയി അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. നീലും പകല് പോയാൽ മാത്രമേ അവനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാൻ സാധിക്കൂ. നമ്മൾ ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം അവസാനം വിജയിക്കാറായി. ഇപ്പൊ തന്നെ അമ്പലത്തിനടുത്ത് പോയി നോക്കാം. അയാൾ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം. യാതൊരു കാരണവശാലും ഒരു തെറ്റും വരുത്താൻ പാടില്ല. അതെ നീലി, നമുക്കിപ്പൊ തന്നെ അമ്പലത്തിനടുത്തേക്ക് പോണം. സാമ്രാട്ടിനെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. മുന്നിൽ നിന്ന് കളിക്കുന്നത് സാമ്രാട്ടാണെന്ന് മാത്രമേ ഉള്ളൂ നന്ദീശ. പക്ഷെ എനിക്കറിയാം ആരൊക്കെയോ അവന്റെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. ചതുരംഗപ്പലകയിലെ മുന്നിൽ നിൽക്കുന്ന കാലാളിനെ പോലെ. എന്നാലും ആ സൈനികനെ ബലി കൊടുക്കുന്ന ബുദ്ധിമാനായ രാജാവ് പുറകിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്. സാമ്രാട്ട് വലിയ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം അവനില്ല. ശബ്ദം അവന്റെ തന്നെയാ, പക്ഷെ ബുദ്ധി മറ്റാരുടെയോ ആണ്. വലിയൊരു ആശുപത്രിയുമുണ്ട്. അറിയാത്ത ബിസിനസ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ പോയില്ല മോനെ. ഇപ്പൊ എത്ര കിട്ടിയാലും തികയില്ല എനിക്ക്. എന്റെ മുൻപിൽ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നാഗമാണിക്യത്തിന്റെ പങ്ക് ചോദിക്കുക. അത് നീ തന്നെ ചോദിക്കണം. അതെന്തിന്? ഞാൻ ചോദിച്ചാലൊന്നും അവൻ സമ്മതിക്കില്ല. നീ സ്റ്റേറ്റ് ഫോർവേഡായ കാര്യം ചോദിക്കും. എനിക്കത് പറ്റില്ല. ഞാൻ എന്തെങ്കിലും ചെയ്ത് അവനെ കൺവിൻസ് ചെയ്തോളാം. അതാ നിന്നോട് ചോദിക്കാൻ പറഞ്ഞു. അവന് നാഗമാണിക്യത്തോടാ താല്പര്യം. നമ്മുടെ കാര്യം എന്തായി? എന്താ അവൻ? ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. എന്താണ് മിസ്റ്റർ സാമ്രാട്ട്? എന്തൊക്കെയുണ്ട്? നിനക്കെല്ലാം അറിയാലോടാ. ഞാൻ എന്ത് പറയാനാ? നീ ഒന്നും പറയണ്ട മോനെ, എല്ലാം ഞാൻ പറഞ്ഞോളാം. ദിഗ്വിജയൻ ഫോൺ ചെയ്തിരുന്നു. നീ ഞാൻ അറിയാതെ തന്നെ ദിഗ്വിജയന്റെ മകനെയും മകളെയും റൗഡികളെ വിട്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ചല്ലേ? അതവൻ സംശയിക്കാതിരിക്കാനായിട്ട് ദിഗ്വിജയനാണ് നിന്നെ അറ്റാക്ക് ചെയ്തെന്ന് വരുത്താൻ. നീ ടെൻഷൻ ആവണ്ട, ഞാനൊരു കഥയുണ്ടാക്കിയതാ. നിന്റെ നല്ലതിന് വേണ്ടി അതല്ല. പെട്ടെന്ന് തന്നെ ഇതൊന്നും നീ തീർക്കണം. അല്ലെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചിട്ടാ? ഇനി അങ്ങോട്ട് എന്താ കഥ? എന്ത് ചെയ്യാനാ? അവനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. നാഗമാണിക്യത്തോടുള്ള ആഗ്രഹം എന്തും ചെയ്യിക്കും നമ്മളെ കൊണ്ട്. എല്ലാവർക്കും നാഗമാണിക്യം വേണം. പക്ഷേ അത് സംരക്ഷിക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല. അത് ചുമ്മാ വന്നങ്ങ് കൈ കയറുമെന്ന വിചാരം. ഒരു തവണ സംസാരിച്ചു നോക്കാം മുതലാളി, ചിലപ്പോ ശരിയായാലോ. സംസാരിച്ചു നോക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒരിക്കലും മാറൂല എന്ന് വാശി പിടിക്കുന്നവരോട് എന്ത് സംസാരിക്കാം? ഉറങ്ങിക്കിടക്കുന്നവനെ എഴുന്നേപ്പിക്കാൻ പറ്റും, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ എങ്ങനെ എഴുന്നേപ്പിക്കും? നമ്മുടെ കൂടെയുള്ളവരെ ഇതിന്റെ പിന്നിലെന്ന് എനിക്കൊന്ന് വിശ്വസിക്കാം. ഒന്ന് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നതാ. കാമഡി നന്നായിട്ടുണ്ട്. കാര്യം മനസ്സിലായി. ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നതല്ലേ?
എന്തൊരു കോയിൻസിഡൻസാ മാഡം. ഞാനെന്താ ഇവിടെ തൊഴാൻ വേണ്ടി തന്നെ വന്നേ. മാഡം, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നതാണെന്നൊക്കെ വിചാരിച്ച് വെറുതെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കരുതേ. എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ ഒരു നേർച്ച നേർന്നിരുന്നു. അപ്പൊ അത് നടത്താൻ വേണ്ടി വന്നതാണ് ഇതില്. എന്തായാലും വന്ന് തൊഴുതിട്ട് പോവാന്ന് കരുതിയിട്ടാ. വാ മാഡം, വാ. അല്ല, അമ്പലത്തിൽ എന്താ വെറും കൈയോടെ വന്നിരിക്കുന്നേ? പൂജയ്ക്കുള്ള പൂവും സാധനങ്ങളും ഒന്നും ഇല്ലേ? ദേ കണ്ടില്ലേ, അതാണ് പെൺകുട്ടികൾ പറയുന്നത് കേൾക്കണമെന്ന് പറയണേ. എവിടെയാ കട? അതിൽ നിന്ന് അയാൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞില്ലേ ഞാൻ, ദൈവം നമുക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും. നീലി, അത് നോക്ക്. ഈ ക്യാമറ കണ്ടില്ലേ? അവൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാ സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും അവന്റെ മുഖം ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ ഭാഗത്തേക്കാക്കണം. പക്ഷെ അതൊന്നും അത്ര എളുപ്പമല്ല. ദിഗ്വിജയൻ എത്രയോ വർഷമായി ഗുരുവിന്റെ ഉപദേശത്തിലാണ് ജീവിക്കുന്നത്. ത്രയംബകൻ നമ്മളൊപ്പം നിൽക്കുമോ? ഒന്നും അത്ര എളുപ്പമല്ല സാമ്രാട്ട്. ഏത് ജോലിയായാലും നമ്മളത് എളുപ്പമാക്കി മാറ്റിയെടുത്തേ പറ്റൂ. ത്രയംബക ഗുരു എങ്ങാനും നമ്മുടെ പക്ഷം ചേർന്നാൽ നാഗമാണിക്യം നമുക്ക് തന്നെ കിട്ടും. ആ നാഗമാണിക്യം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഈ സമയം കൊണ്ട് ദിഗ്വിജയൻ അത് വിറ്റില്ല എന്നുള്ളതിന് എന്താ ഉറപ്പ്? നോ ചാൻസ്. അവനത് വിറ്റിരിക്കാൻ ഒരു സാധ്യതയുമില്ല. അവന്റെ പെരുമാറ്റം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അവൻ എവിടെയോ ഭദ്ര. പൂജ ചെയ്യാൻ നിങ്ങൾ കണ്ടതേയില്ലല്ലോ. അത് ഞാൻ അർച്ചനയ്ക്കുള്ള രസീത് എടുക്കാൻ പോയതാ അല്ലേ? അതെയോ? ഏതായാലും എന്റെ പൂജയും അർച്ചനയൊക്കെ കഴിഞ്ഞു. നടക്ക, ഇനി നിങ്ങൾ ചെയ്യാം. അയ്യോ കുഴപ്പമില്ല, തൃശ്ശൂർ പോയിക്കോ. ഞങ്ങള് ശരിക്കും വേറൊരാളെ കാത്തിരിക്കാം. അയാള് വന്നിട്ട് കണ്ടിട്ട് ഞങ്ങളങ്ങ് പോകും. ഓ, അങ്ങനെയാണോ? എത്ര തവണ പറഞ്ഞുടാ പൊട്ട, ഈ കാര്യം ഇങ്ങനെയാണോ അവതരിപ്പിക്കുന്നത്? ബുദ്ധിയില്ല നിനക്ക്? കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുക്കണ്ടടാ, ഇല്ലെങ്കിൽ പുല്ല് വില പോലും കിട്ടില്ല. എടാ പൊട്ടാ പൊട്ടാ. ശരി ശരി, എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. ശിവാനി, നമുക്ക് തൃശൂലിന്റെ ഹെൽപ്പ് ചോദിക്കായിരുന്നു. അവൻ അയാളെ അറിയാമെങ്കിലോ? ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇനി അങ്ങോട്ട് നമ്മൾ നല്ലപോലെ പ്രയത്നിക്കണം. ഇയാൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകും. ഇതിന്റെ പിന്നിൽ മറ്റാരൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അവൻ ഫോണിൽ മറ്റാരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നാഗമാണിക്യത്തെക്കുറിച്ച് ഒരാൾക്കല്ല, ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. ശരിയാ, മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇവൻ ആരാണെന്ന് മനസ്സിലായ ആദിശേഷനെ കൊന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവൻ ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അയാൾ ഇന്നലെ ആ പൂക്കാരിയോട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരോട് ചോദിച്ചാ ഇവൻ ആരാണെന്ന് ചിലപ്പോ അറിയാൻ പറ്റും. വാ ചോദിക്കാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഗുരുക്കളെ? അല്ല, ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങേ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയാവും. എന്നോട് ക്ഷമിച്ചാലും ഗുരുക്കളെ, ദിഗ്വിജയൻ വരും ദിവസങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അങ്ങയോട് എന്തായാലും പറയും. ഇപ്പോ ഇത്ര അടുത്ത് വന്ന് അങ്ങേ കണ്ടതുകൊണ്ട് എന്റെ മനസ്സിന് എന്തുമാത്രം സമാധാനമായെന്നറിയൂ. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ ഗുരു, എന്നെ അനുഗ്രഹിച്ചാലും. വിജയ് ഭവ. ചേച്ചി, ഈ ഫോട്ടോ കണ്ടില്ലേ? ഇയാൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇയാള് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ശനിയാഴ്ച എന്തായാലും വരാറുണ്ട്. ആണോ? ഇയാളുടെ പേരെന്താ? എവിടെ വീട്? അതൊന്നും എനിക്കറിയില്ല മോളെ. വേണമെങ്കിൽ ഇനി അയാളെ കാണുന്ന സമയത്ത് 2 പെൺകുട്ടികള് നിങ്ങളെ പറ്റി അന്വേഷിച്ചിരുന്നോന്നും പറഞ്ഞ് അയാളുടെ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ വാങ്ങി വെക്കാം. വേണ്ട വേണ്ട, അതൊന്നും അയാളോട് ചോദിക്കണ്ട. അയാൾ ഇനി വരുന്ന സമയത്ത് ഞങ്ങളും വന്നോളാം. ശരി മോളെ. നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്നതിന്റെ ഇടയില് ഇതും കൂടി അവൻ പറഞ്ഞതാ. അതൊന്ന് സൂചിപ്പിക്കാമെന്ന് കരുതി. അതാ. അത്രേ ഉള്ളോ അതോ വേറെന്തെങ്കിലും കൂടെ പറഞ്ഞോ? പറഞ്ഞു.
അവിടേക്ക് പോകാനുള്ള വഴി നിങ്ങൾക്ക് രണ്ടുപേർക്കുമല്ലാതെ മറ്റാർക്കും അറിയില്ലെന്നും പറഞ്ഞു. അത് പിന്നെ നാഗമാണിക്യത്തിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ അതെന്തോ അതെന്തോ നിങ്ങളുടെ കയ്യിലൊരു വസ്തു ഉണ്ടെന്നും അതുണ്ടെങ്കിൽ അകത്ത് കടക്കാനാവൂന്നും പറഞ്ഞിട്ടുണ്ട് അവൻ. നോക്കട്ടെ, പിന്നെ എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന്. എന്താ അമ്മ ഇപ്പൊ ചെയ്യാൻ പോകുന്നേ? അതെ, ആ വേപ്പ് മരത്തിന്റെ ചോട്ടിലെ കൂടോത്രം ചെയ്യുന്ന ഒരു കിഴവനുണ്ട്. അയാളുടെ അടുത്ത് കൊണ്ടുപോയി ഒരു ഏലസ് കിട്ടിക്കാം. അമ്മേ അമ്മേ അമ്മ എന്തരോ മഹാനുഭാവുലു, എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിപ്പു. എന്റെ അമ്മേ, നിന്റെ അച്ഛന്റെ അഭിനയം കണ്ടേ എനിക്ക് മതിയായി. നീ സോപ്പിട്ട് കലക്കിയിട്ട് ഒരു കാര്യമില്ല. നിനക്ക് എന്തായാലും ഏലസ് കിട്ടുന്നുണ്ട് ഞാൻ, അത് ഉറപ്പാ. അമ്മ 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 അമ്മേ, അയ്യോ ഒന്ന് സെറ്റാക്കാൻ നോക്കിയതാ. ഇപ്പൊ എല്ലാ സെറ്റുമസേ ആയല്ലോ. സർവ പ്രപഞ്ചങ്ങളും തന്റെ കീഴിലാണെന്ന് സ്വയം വിശ്വസിക്കും. ദിഗ്വിജയന് സംഭവിച്ചത് അത് തന്നെ ആയിരിക്കും. ആരുടെയും വാക്കിന് വില കൽപ്പിക്കില്ല. ആരെയും മതിക്കാത്ത മനോഭാവം സംഭവിച്ചതിൽ ആശ്ചര്യമൊന്നുമില്ല. അഹങ്കാരം അവനെ അന്ധനാക്കും. അഹം, അതാണ് അവന്റെ പ്രശ്നം. നമ്മളെക്കുറിച്ചുള്ള അനാവശ്യ സംവാദങ്ങൾക്കും സാധ്യതയുണ്ട്. അത് നാം സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജ്ഞാനികൾക്ക് പോലും സംഭവിക്കുന്ന കാലത്ത് ഇവന്റെ കാര്യം പ്രത്യേകിച്ച് പറയണോ? കൂടുതലായി ഒന്നും ആലോചിക്കണ്ട. ഞാൻ വിചാരിച്ച എന്തോ വലിയ സീക്രട്ട് സംസാരിക്കായിരിക്കും. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഓ സോറി, ഇത് നിങ്ങൾക്ക് മാത്രം ജോഗ് ചെയ്യാനുള്ള സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളൊരു സൈഡിൽ കൂടെ പതുക്കെ പൊക്കോളാം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ടൈം ഞാൻ ആ ഭാഗത്ത് വന്നപ്പോ എന്റെ കയ്യിൽ നിന്നൊരു സാധനം കളഞ്ഞുപോയി. ഞാനത് നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വന്നതല്ലേ, പോയി നോക്ക്. അതെ അതെ, ഞാൻ നോക്കട്ടെ. എനിവേസ്, നമുക്ക് പിന്നെ കാണാം. എക്സ്ക്യൂസ് മീ, നിങ്ങളിവിടെ കറങ്ങി നടക്കുമ്പോ കുറച്ചും ശ്രദ്ധിക്കണം. പാമ്പുകളൊക്കെ ഉള്ള സ്ഥലം. ടേക്ക് കെയർ. മാഡം, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. അയ്യോ ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയൊന്നല്ല ഞാനിതൊക്കെ പറയുന്നത്. നമുക്ക് വേറൊരു ദിവസം കാണാം. പക്ഷെ അത് എന്നാണെന്നുള്ളത് ഞാൻ പറയാം. ഇപ്പൊ നീ പൊയ്ക്കോ. ശരി മാഡം, ഞാൻ പോട്ടെ. ഇനി നീ ചെയ്യേണ്ട കാര്യം പറയാം. അവന്റെ വീടിന്റെ അടുത്ത് ചെല്ലണം. അവരിരുവരും നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. നീ അവരെ ഫോളോ ചെയ്ത് നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി വരണം. അപ്പൊ തന്നെ അതങ്ങ് പൊക്കിയാലോ? ഇതൊക്കെയാണ് നിന്നെ മണ്ടാന്ന് വിളിക്കുന്നത്. നീ പോയിട്ട് ആദ്യം അതിരിക്കുന്ന സ്ഥലമൊന്ന് കണ്ടുപിടിക്കുക. ആദ്യം അതവിടെ നിന്ന് എടുക്കാൻ സാധ്യമാണോ എന്ന് നോക്ക്. അടുത്തത് പിന്നെ ആലോചിക്കാം. തിരക്ക് പിടിക്കലട മോനെ, ചത്തുപോകും. ഓർമ്മ വെച്ചോ. സാമ്രാട്ട്, ഇതുവരെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട്. നാഗമാണിക്യം അവിടുന്ന് മാറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവരത് ചെയ്യും. കഷ്ടപ്പാടും ഉണ്ടാവില്ല. കഷ്ടപ്പാടുണ്ടാവില്ലെന്ന് എങ്ങനെ പറയാനാകും? സാമ്രാട്ട്, നീ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ഇറിറ്റേറ്റ് ചെയ്യരുത്. ഇതുവരെ നിനക്ക് നാഗമാണിക്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു ഡൗട്ട്. അതിപ്പോ ഞാൻ നിനക്ക് പരിഹരിച്ചു തന്നില്ലേ? ഇനി മുന്നോട്ടും ഞാൻ തന്നെ നോക്കിക്കോ. അതൊക്കെ ശരി സാമ്പ, പക്ഷെ ത്രയംബ ഗുരുക്കളുടെ സഹായം വേണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് നീ അങ്ങ് മറന്നുപോയോ? മറവി എന്നത് ഈ സാംബശിവന്റെ നിഘണ്ടുവിലേ ഇല്ല. ഗുരുക്കൾ എന്തായാലും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. ഒരു സംശയവും വേണ്ട. ഇത് കൊള്ളാൻ തോന്നുന്നു. എന്താടാ, എന്തുപറ്റി? നിനക്കെന്താ ഒരു വല്ലായിക? നീ കോഫി പോലും കുടിച്ചിട്ടില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല കൊച്ചുമുതലാളി. അത് മൊബൈലിലൊരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ. ആ വീഡിയോയിൽ ഒരാള് പ്രേമത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കായിരുന്നു.
അവനെ കണ്ടപ്പോ തന്നെ എനിക്കെന്തോ പാവം തോന്നിപ്പോയി. അമ്മ എന്ന് പറ. ഒരു പെൺകുട്ടിക്ക് നമ്മളോട് എന്തെങ്കിലും ഇഷ്ടം തോന്നാന്ന് വിചാരിക്കേ, എന്തിനായിരിക്കും ആ ഇഷ്ടം തോന്നുന്നത്? എന്തായിരിക്കും അങ്ങനെ ഒരു ഇഷ്ടം തോന്നാൻ കാരണം? പറ്റില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് പ്രേമിക്കാൻ പറ്റുമോ അമ്മേ? എടാ മോനെ, കഷ്ടപ്പെട്ടാ മാത്രമല്ലേ എല്ലാം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. നിന്റെ കാര്യം പോട്ടെ, ദിഗ്വിജയന്റെ മകൻ ത്രിവിക്രമൻ, നിനക്കൊക്കെ എന്തോന്ന് കഷ്ടപ്പാട്. ഞാൻ കഷ്ടപ്പെട്ടല്ലേ പറ്റൂ, വേറെ എന്ത് ചെയ്യാനാ? നമുക്ക് തളരാത്തൊരു മനസ്സും സത്യസന്ധമായ സ്നേഹവും ഉണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തും നേടാൻ കഴിയും. അതെ, എന്റെ ഇത് സത്യസന്ധമായി ഇഷ്ടമാണെങ്കിൽ ശിവാനിയെ എനിക്ക് തന്നെ കിട്ടും. നന്ദീശ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അതെ മുരളി. നീ ആ ഭാഗത്തൊന്ന് നോക്ക്, ഞാനിവിടെ പോയി നോക്കാം. ശരി. ഇതിവിടുന്ന് സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ ഒരു കാര്യം ആർക്കാ ചെയ്യാൻ പറ്റുമോ മുരളി? ദുരാഗ്രഹത്തിന് അളവുമില്ല, ദുഷ്ടതരത്തിന് അതിരുമില്ല നന്ദീശ. മുന്നും പിന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ നീചകൃത്യങ്ങൾ ചെയ്യാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ നാഗമാണിക്യം നാളെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ അവരുടെ എടുത്തിയാട്ടം കാരണം നാഗമാണിക്യത്തിന് എന്തെങ്കിലും സംഭവിച്ച് അതാർക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാനും സാധ്യതയുണ്ട്. ഇപ്പോ നാഗമാണിക്യം നമ്മുടെ പരിധിയിലാണ്. ബുദ്ധിപൂർവം തന്നെ ഇതിവിടുന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതാരിപ്പോ? വേറെ ആരാവാനാ? വല്ല ജോലി അന്വേഷിച്ച് വന്നതായിരിക്കും സാറേ. ഇനി സാറിനെ കാണുമ്പോ സാറിന്റെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങിച്ചു വെക്കണോന്ന് ഞാൻ ചോദിച്ചപ്പോ അവര് സാറിനെ നേരിട്ട് കണ്ടോളാന്നാ പറഞ്ഞു. ചേച്ചി, ഇന്നലൊരു ഫോട്ടോ കാണിച്ചില്ലേ? അയാള് പിന്നെ വന്നോ? ആ വന്നിട്ടുണ്ടല്ലോ. ആ കിടക്കുന്നത് അയാളുടെ കാറ്. ഇപ്പൊ അകത്തേക്ക് പോയിട്ടുണ്ട്, ചെന്ന് നോക്ക്. താങ്ക്സ് ചേച്ചി. മെഡിക്കൽ ഫീൽഡാണോ? അത് ഞാൻ മെഡിസിൻ ഫീൽഡിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ശരി. ഇതാണ് എന്റെ വിസിറ്റിംഗ് കാർഡ്. നാളെ ഹോസ്പിറ്റലിലേക്ക് വരും. ഒരുപക്ഷെ നാളെ ഞാൻ ചിലപ്പോ ഹോസ്പിറ്റലിൽ ഉണ്ടായിന്ന് വരില്ല. ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളൂ. ശരി, ആയിക്കോട്ടെ. ഓക്കെ സാർ. എന്താണ് ഈ ശിവാനിയെ കാണാൻ കിട്ടാത്തത്? എപ്പോ നോക്കിയാലും ബിസി 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓ, എന്താണെന്ന് മനസ്സിലാവണില്ലല്ലോ. അത് പോട്ടെ, ഒരുപക്ഷെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരെ. എന്റെ മുന്നിലൊന്ന് കിട്ടിയാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തോ ഫീൽ ആവുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? എന്തായാലും കണ്ടുപിടിക്കാം. ഒക്കെ ശരിയാക്കി തരാം. യെസ്. അവിടെ എന്തായാലും ഇപ്പൊ ജോലി വേക്കൻസി ഉണ്ട്, നമുക്ക് ശ്രമിച്ചു നോക്കാം. നീ ധൈര്യമായിരിക്കുക. ശരി സർ. ഇവിടെ ആരോട് ചോദിച്ചാലും എന്നെ പറ്റി നന്നായി അറിയാൻ പറ്റും. എനിക്ക് ഈ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിന്റെ ഈ കഥ കേൾക്കാൻ വന്നതല്ല ഞാൻ. നാഗമാണിക്യം കട്ടവനാണ് നീ. ആട്ടിൻ തോലിട്ട ചെന്നായ, ദുഷ്ടൻ. എന്താ മോളെ വീണ്ടും ആലോചിക്കുന്നത്? ഒന്നുമില്ല.
സാറ് ചെയ്യുന്ന സൽപ്രവർത്തികളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല മോളെ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. ബാംഗ്ലൂർ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു മാർക്ക്? അത് എന്താ മോളെ, ഓർമ്മയിൽ ഇതൊന്നും മറന്നുപോയോ? ഇല്ല, ഓർമ്മ വന്നു. 90%. 90%? വാ, വെരി ഗുഡ്. 90% ഉണ്ടെങ്കിൽ പിന്നെ സന്തോഷമായിട്ടല്ലേ പറയേണ്ടത്? നല്ല കാര്യമല്ലേ അത്? എന്തായാലും 90% ഉണ്ടല്ലോ, ഗുഡ്. ബട്ട് ആദ്യം ട്രെയിനി ആയിരിക്കും, അതുകൊണ്ട് ശമ്പളം വളരെ കുറവായിരിക്കും. പ്രശ്നമില്ല സർ, എനിക്കറിയാം. നാഗമാണിക്കോ? നാഗമാണിക്ക് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. അഭിനയിക്കല്ലേ? നാഗമാണിക്യം മോഷ്ടിച്ച് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞോ. നിന്റെ കൂടെ വേറെ ആരൊക്കെയാ ഉള്ളെന്ന് വേഗം പറഞ്ഞോ, ഇല്ലെങ്കിൽ കൊന്നു കളയുന്നതിന് നാഗമാണിക്യം എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് മര്യാദയ്ക്ക് പറ. പറയാം. അല്ല, പെട്ടെന്ന് കയറി വന്നിട്ട് നാഗമാണിക്കെന്ന് പറഞ്ഞ ഞാനെന്ത് ചെയ്യാനാ? അയ്യോ, പാമ്പ് 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 എന്നെ പാമ്പ് കടിച്ചു. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഓ, ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നിങ്ങള്. പോകാൻ. അത് എനിക്ക് ലോ BP ആയതാ, അതുകൊണ്ട് തല കറങ്ങിയതാ. താങ്ക്സ്. ഓക്കെ സർ, ഞാൻ പൊക്കോട്ടെ. ടേക്ക് കെയർ. ഈ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ആരെ കൊണ്ടും പറ്റുമെന്ന് തോന്നില്ല. അതെ നന്ദീശ, നമ്മൾ എന്തായാലും നാഗമാണിക്യം ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് വളരെ നന്നായി. ഇവിടേക്ക് നമ്മുടെ പുറകെ വന്നത് ആരാണെന്ന് മനസ്സിലായോ? അതാരെ ഇപ്പൊ പുറകെ വരാൻ? സമ്രാട്ട്. പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് നമ്മൾ അവിടേക്ക് പോയി നോക്കിയപ്പോ ആരെയും കണ്ടില്ലല്ലോ. അവിടെ ഈ മോതിരം കിടന്ന് സംഘടിപ്പിക്കേ. അതിൽ നിന്ന് അവൻ ആരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആവും. എന്താണെന്നോ, സാമ്രാട്ടിന് മൈക്ക് ഉപയോഗിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. എന്തായാലും നീ അവന്റെ കോൾ ലിസ്റ്റ് എടുക്കാൻ നോക്ക്. ആയിക്കോട്ടെ മുതലാളി, ചെയ്തേക്കാം. പക്ഷെ ഈ കാര്യം അവനല്ല വേറെ ആരെല്ലാണ് ചെയ്തെങ്കിലോ? ആ കാര്യം എന്തായാലും ഞാൻ കണ്ടെത്തിക്കൊള്ളാം. നീ പോയിട്ട് കോൾ ലിസ്റ്റ് എടുക്കൊണ്ടോ. എനിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധി അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ എന്ന്
എനിക്കറിഞ്ഞേ മതിയാവൂ. വാ. ഇത് എപ്പോഴും ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ആർക്കും നിങ്ങൾ സംശയം തോന്നാത്ത വിധം ശ്രദ്ധിക്കണം. നീലി, നീ ഇവിടെ ജോലിക്ക് കയറി പറ്റണം. അവനെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട്, അവൻ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണം. ശരി ശിവാനി, ഞാൻ നോക്കിക്കൊള്ളാം. നല്ല ശ്രദ്ധ വേണം. ഇന്ന് സംഭവിച്ചതുപോലെ ഇനി മേലിൽ സംഭവിക്കരുത്. പറയടാ, എന്തായി? നോക്ക്, നീ പറഞ്ഞ പോലെ തന്നെ അവരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചതെല്ലാം വേറെ കാര്യങ്ങളാണ്. നടന്ന കാര്യങ്ങളെല്ലാം വേറെയാണെന്നോ? ആദ്യമൊക്കെ കാര്യങ്ങളൊക്കെ സുഖകരമായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ കാട്ടിൽ നിന്ന് മൊത്തം തീയോ എന്തൊക്കെയോ വന്നു. പിന്നെ അങ്ങോട്ടൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. ഞാൻ രക്ഷപ്പെട്ടത് തന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ്. തീ കൊണ്ട് എന്റെ മുഖമൊക്കെ പൊള്ളിപ്പോയി. വീണ് ശരീരമായി കൂടി പരുക്ക് പറ്റിയിരിക്കുന്നു. നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റി? ഒരു ചെറിയ ബോക്സുമായിട്ട് അവര് പോയത്. തിരിച്ചു പോകുമ്പോ ആ ബോക്സിൽ അവരത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോ ആ നാഗമാണിക്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് മാറ്റിയെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഗുഡ് വർക്ക് സാമ്രാട്ട്. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇനി ആ നാഗമാണിക്യം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായി. യെസ്, ടേക്ക് കെയർ. ബൈ. ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ഞാൻ ഒരു സ്പൈ മൂവിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ. നമ്മുടെ വീട്ടിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരായിരിക്കും? ഇത് എനിക്ക് തരുമോ? ഞാൻ എടുത്തോട്ടെ. തൽക്കാലം ഇത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കിതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോ ഇത് ഞാൻ മൂക്ക് തന്നേക്കാം. ഓക്കെ? ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അവരത് ശ്രദ്ധിച്ചോളും. എന്നാലും അയാൾ ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നതെന്നൊന്ന് അറിയാൻ പറ്റിയാ മതിയായിരുന്നു. നാഗമാണിക്യവുമായി ബന്ധമുള്ള വ്യക്തിയാണവൻ. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധയോടെ ചെയ്യും. വീരനും ശൂരനും എടുത്തുചാട്ടക്കാരാണ്. അപകടത്തിലൊന്നും ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു നീലി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ടെൻഷനാവണ്ട. അവർ രണ്ടാളും വരുന്നത് വരെ കാത്തിരിക്കാം. എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു. അവരെങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മളെ കുറിച്ച് എല്ലാരും അറിയും. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അങ്ങയുടെ ദിവ്യദൃഷ്ടിയിൽ നാഗമാണിക്യം വെച്ചിരിക്കുന്ന സ്ഥലമൊന്ന് നോക്ക്. അവര് നാഗമാണിക്യം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയണ്ട. ദിഗ്വിജയൻ എന്നോട് അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ഇവിടെ വെച്ച് കൊന്നോ.
എന്തെങ്കിലും സംഭവിച്ചാ നാഗമാണിക്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആ സാംബശിവൻ അതിസമർത്ഥനാണ്. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും നീലി. നാഗലോകത്ത് നിന്ന് അവനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ വന്നതെന്ന് അയാൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അഥവാ അവൻ അതറിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ കഠിനമായിരിക്കും. ഈ വീരനും ശൂരനും എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു അതീത ശക്തി ഉണ്ടാവും. പക്ഷെ എന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഞാനാണ്, നിയന്ത്രിക്കുന്നതും ഞാനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ സ്തുതി പാടിയിരുന്നവരെല്ലാം എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതായി. ഇതൊരിക്കലും ശുഭലക്ഷണമല്ല. എന്റെ കോട്ടയിലേക്ക് കണ്ണുവച്ചിരിക്കുന്നവന് പരിണാമം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അതോടെ അവന്റെ അന്ത്യമായിരിക്കും. അപ്പൊ തന്നെ സത്യം എന്താണെന്ന് മനസ്സിലായി. എന്നുവെച്ചാ ആ 5 പേരിൽ ഒരാള് സാംബശിവനല്ലെന്നാണ്. നന്ദീശ, ഈ സാംബശിവനെ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് സ്വയം അങ്ങ് വിചാരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചതുരംഗപ്പലകയിലെ കാലാളിനെ കുറിച്ച്? അതാണ് സാമ്രാട്ട്. അവനെ പിന്നിൽ നിന്ന് നയിക്കുന്ന രാജാവ് സാംബശിവൻ. അതെങ്ങനെയാ മുതലാളി? സംസാരിച്ചിട്ട് പോലും അവൻ നല്ല പിള്ള ചമഞ്ഞു നിൽക്കുകയും പുറകിൽ നിന്ന് നല്ല പ്ലാനിങ് നടത്തുകയും ചെയ്യും. ആവുന്നത്ര വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ആ സാംബശിവൻ വേറെന്തെങ്കിലും ചെയ്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവന്റെ മേലെ നിന്റെ ഒരു കണ്ണ് വേണം. അവനെ ഇപ്പൊ തന്നെ പോയി കണ്ടാലോ മുതലാളി? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം നന്ദീശ. അവൻ കുഴിച്ച കുഴിയിൽ അവനെ തന്നെ നമുക്ക് വീഴ്ത്താം. ഈ ദിഗ്വിജയനോട് കളിക്കാൻ നിന്നാൽ അത് ബാധിക്കാൻ പോകുന്നത് അവനെ തന്നെയാണ്.